ഈ അധ്യാപകരിൽ പലരും മദ്യപിക്കുന്നവരുണ്ടാകാം, സിഗരറ്റ് വലിക്കുന്നവരുണ്ടാകാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ പോലും അത് കുട്ടികൾ അറിയരുത് എന്നെങ്കിലും ആഗ്രഹിക്കുന്നവരായിരിക്കാം. അത് അവരുടെ സ്വകാര്യത എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്തുകയും ചെയ്യാം. പക്ഷേ ഇവിടെ ഇതാ ഈ അധ്യാപകർ അത് ഉപയോഗിക്കുന്നു എന്നതല്ല, അതിൻ്റെ കാരിയർമാരായി മാറിയിരിക്കുന്നു, അതിൻ്റെ കണ്ണിയായി പ്രവർത്തിക്കുന്നു എന്നത് എത്രത്തോളം ഗുരുതരമാണ് ശ്രീ അമൃത്? യഥാർത്ഥത്തിൽ ഷോക്കിംഗ് ആണ് ഈ വാർത്ത. പ്രത്യേകിച്ച് ഈ 2 അധ്യാപകർ, അതും സ്ത്രീകളായിട്ടുള്ള 2 അധ്യാപകർ നമ്മുടെ നാട്ടിലെ ലഹരി വ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഗുണഭോക്താക്കളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്ത് നിന്ന് അവർ പിടിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ കേരള മനസാക്ഷിക്ക് തന്നെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ അധ്യാപകർക്ക് ഇതിന്റെ അകത്തുള്ള പങ്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അതിന് എന്ത് വിവരങ്ങൾ പുറത്തു വരാനുണ്ടെങ്കിൽ പോലും 2 തലങ്ങൾ മാത്രമേ അതിനുള്ളൂ. ഒന്ന്, ഇവരിതിനെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ മാനം. 2, ഇവരിത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഭാഗഭാക്കായി എന്നുള്ളതാണ് രണ്ടാമത്തെ മാനം. 2 ആണെങ്കിൽ പോലും, അതായത് വളരെ ഇന്നസെന്റ് ആയിട്ട് ഇതിൻ്റെ അകത്തെ കരുക്കളായി ഉപയോഗിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒന്നുകിൽ ബന്ധുക്കളാവാം, അല്ലെങ്കിൽ കൂട്ടുകാരാവാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള മറ്റ് നെറ്റ്വർക്കുകൾ വഴി ഇതിൻ്റെ അകത്ത് കരുക്കളാക്കപ്പെട്ടവരാണ് ഇവർ എന്നാണ് പിന്നീടുള്ള സമയത്ത് വിവരങ്ങൾ പുറത്തു വരുന്നത് എങ്കിൽ കൂടി തങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബിസിനസ്സിൽ, തങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകളിൽ, തങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന വിവരങ്ങളിൽ, അതായത് പിന്നെ GPS ഉപയോഗിച്ചിട്ട് സ്ഥലം ഷെയർ ചെയ്ത് കൊടുക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടാവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അധ്യാപകർ യഥാർത്ഥത്തിൽ. കാരണം അധ്യാപകർക്ക് തങ്ങളുടെ ചുറ്റും നടക്കുന്ന ഈ മയക്കുമരുന്ന് വ്യാപാരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ്. എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും അതുപോലെ തന്നെ CBSE അടക്കമുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന, പ്രത്യേകിച്ച് വളരെ പ്രത്യക്ഷമായിട്ട് നമ്മുടെ സ്കൂളുകളുടെ ആനുവൽ ഡേ അടക്കമുള്ള പരിപാടികളിൽ കുട്ടികൾ മദ്യപിച്ചും അല്ലാതെയും മറ്റും രീതികളിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആനുവൽ ഡേ അടക്കമുള്ള പ്രോഗ്രാമുകൾ, നമ്മുടെ ഏത് സ്കൂളുകളുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ അടക്കം ആനുവൽ ഡേ എടുത്തു നോക്കിയാൽ ഇതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്കൂളിന്റെ അകത്ത് പോകണമെന്നില്ല, ആനുവൽ ഡേയുടെ സമയങ്ങളിൽ സ്കൂളിന്റെ പരിസരങ്ങളിലുള്ള ഇടവഴികളിലും ഒക്കെ നോക്കിയാൽ നമുക്ക് ഇതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ, കുട്ടികൾ നിൽക്കുന്ന നിപ്പും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. എന്ത് തന്നെ ആയാലും ശരി, തങ്ങൾ കരുവാക്കപ്പെട്ടതാണെങ്കിൽ പോലും അതിൽ നിന്ന് ഒരു എക്സ്ക്യൂസ് ഈ അധ്യാപകർക്ക് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ അധ്യാപകർ ഈ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവുക ഏതാനും മാസങ്ങൾക്ക് മുൻപോ വർഷങ്ങൾക്ക് മുൻപോ ആവാനാണ് സാധ്യത. ഈ സമയത്ത് പക്ഷേ താങ്കൾ അങ്ങനെ പറയുമ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ സൂചിപ്പിക്കപ്പെടുന്നത് പോലെ എങ്ങനെയെങ്കിലും പെട്ടുപോയതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അധ്യാപകരായ അവർ അതിൽ നിന്ന് പണ്ടേ മോചിപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ സ്വയം വഴി കണ്ടെത്തുക എന്നൊരാവശ്യം കൂടി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയും ഏത് തരത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇവരെ ന്യായീകരിക്കാൻ പറ്റുന്നില്ലല്ലോ. തീർച്ചയായിട്ടും യാതൊരുവിധ ന്യായീകരണത്തിനും അവർ അർഹരല്ല. കാരണം നിയമത്തിനെ കുറിച്ചുള്ള അജ്ഞത ഒരു വിധത്തിലുള്ള എക്സ്ക്യൂസ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അധ്യാപകർ എന്നുള്ള രീതിയിൽ ഇവരിതിൻ്റെ അകത്ത് ഇന്നസെന്റ് ആയിട്ട് ഭാഗമാക്കായതാണെങ്കിൽ പോലും അവർക്കൊരു എക്സ്ക്യൂസിന് അവകാശമുള്ളവരല്ല ഇവർ അധ്യാപകർ. കാരണം അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണിവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നസെന്റ് ആയിട്ട് ഇതിന്റെ പാർട്ടായതാണെങ്കിൽ പോലും തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ആ വ്യവഹാരങ്ങളെ സംബന്ധിക്കുന്ന, കുട്ടികൾക്ക് വഴിതെറ്റിപ്പോകുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് ഇവർക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നവരാണ്. ഇത് നോർമലൈസ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുൻപോ ഇത് എല്ലാ പിള്ളേരും ചെയ്യുന്നതാണ് എന്ന് വരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും തങ്ങൾ ചെയ്യുന്നത് വളരെ സമൂഹം മുഴുവൻ നോർമലൈസ് ചെയ്യുകയാണ് സിഗരറ്റ് വലിയും മദ്യപാനവും എങ്കിൽ പോലും ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ അതിലേക്ക് തള്ളിവിടുന്നത് സമൂഹത്തിൽ നിയമപരമായി അംഗീകരിക്കപ്പെടുന്നതാണെങ്കിൽ ഒരു അധ്യാപകൻ അങ്ങനെ ചെയ്യുന്നതിനെ നമുക്ക് ധാർമ്മികമായിട്ട് അംഗീകരിക്കാൻ പറ്റുകയില്ല. ആ രീതിയിൽ തീർച്ചയായിട്ടും ഇവർക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി ഇതിൽ ശ്രീ അമൃത്, ഇവിടെ ഒരു അപകടം എന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം. ഇതിൽ ഈ സഹപ്രവർത്തകരിൽ നിന്ന്, മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അവർക്കൊന്നും ഒരു സൂചനകളും ലഭിക്കാറില്ല. പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ, ഒരുപക്ഷെ ഞാനടക്കം ഏറ്റവും കൂടുതൽ ഇടപെടുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഇതിൻ്റെ കണ്ണികളാകാം. പക്ഷേ എനിക്കത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പിടിക്കപ്പെടുമ്പോഴാണ് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ പുറത്തറിയുന്നത്. ഇവിടെ ഈ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഈ അധ്യാപകരെ പോലെയുള്ളവരാകട്ടെ,
അതിനൊക്കെ ഒരു മോണിറ്ററിംഗ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇവർ തന്നെ ഇവരുടെ വരുമാനത്തിനപ്പുറത്തുള്ള ഒരു തരത്തിലുള്ള ജീവിതമാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു സഹപ്രവർത്തകനോ സുഹൃത്തിനോ ഒക്കെ ഈ സോഴ്സ് എന്ത് എന്ന് അന്വേഷിക്കുകയോ അവർക്ക് മറ്റെന്തെങ്കിലും തൊഴിലുണ്ടോ ഇതൊന്നും കണ്ടെത്തുക സാധ്യമല്ല. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അതിപ്പോൾ പലപ്പോഴായി നമ്മൾ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് കായിക അധ്യാപകർ പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന വിവരമൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു മോണിറ്ററിംഗ് സംവിധാനം അനിവാര്യതയാണോ? തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ അത്തരത്തിലൊരു മോണിറ്ററിംഗ് സംവിധാനം അത് അധ്യാപകരുടെ മേൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ലാതെ വഴിപിഴച്ചു പോകാൻ സാധ്യതയുള്ള രീതികളിലേക്ക് ഉള്ള ഇത് ഉണ്ടാവുന്ന അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഈ പിടിക്കപ്പെട്ട 2 അധ്യാപകരും ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരാണ്. ഇവര് ഒരുപക്ഷെ ഇതിൽ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട മാനം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അധ്യാപകരെ ട്രെയിൻ ചെയ്യിക്കുന്ന സ്ഥാപനമാണ് ബ്ലോക്ക് റിസോഴ്സ് സെന്റർ എന്നുള്ളതാണ്. അപ്പൊ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ട്രെയിൻ ചെയ്യിക്കുന്നതിനും സ്കൂളുകളിലും മറ്റും പോയി പല പരിപാടികളിൽ പങ്കെടുത്ത സ്കൂളുകളുടെ ഗുണനിലവാരം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു സ്ഥാപനമാണ് ബ്ലോക്ക് റിസോഴ്സ് സെന്റർ. അപ്പൊ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ സ്കൂളിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഔന്നത്യം ഉണ്ടായിരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. ഔന്നത്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധം ഉണ്ടാവേണ്ടതാണ്. എല്ലാവരും ഒരേപോലെ തുല്യരാണ്, അധ്യാപകരെല്ലാവരും തന്നെ. ഇവിടെ നിന്നാണ് ഇത്തരത്തിലൊരു ഒരു പ്രശ്നമുണ്ട്. അതിന് ചില എന്താ പറയുക നമ്മുടെ ഘടനാപരമായ പ്രശ്നങ്ങളും കൂടി അതിൻ്റെ അകത്തുണ്ട് അഭിലാഷ്. കാരണം ഈ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലേക്ക് പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം അധ്യാപകർക്ക് പ്രൊട്ടക്ഷന്റെ പ്രശ്നം. ഈ പ്രൊട്ടക്ഷന്റെ പ്രശ്നം വരുമ്പോൾ സ്കൂളുകളിൽ വേക്കൻസി ഇല്ലാതെ വരുന്ന കുറെ അധ്യാപകരെ അത്തരം ഈ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലേക്ക് പോകും. രണ്ടാമത് ഈ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കുറെ അധ്യാപകരെ എടുക്കും. ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലേക്ക് ജോലി ചോദിച്ചു വാങ്ങി ഡെപ്യൂട്ടേഷനിൽ പോകുന്ന സ്ഥിരം അധ്യാപകർ വളരെ പരിമിതമാണെന്നാണ് എന്റെ അറിവിൽ ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലേക്ക് വരുന്നതിലുള്ള വലിയ വിഭാഗം അധ്യാപകർ ഇത്തരത്തിൽ പുഷ് ചെയ്യപ്പെടുന്ന അധ്യാപകരാണ് ഒരു വലിയ ശതമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഒരു സ്കൂളിൽ മാത്രം നിൽക്കേണ്ട ആവശ്യമില്ല, പല സ്കൂളുകളിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി വരും. ഇത് ഈ ലഹരി വ്യാപാരത്തിൽ അടക്കമുള്ള സാധ്യതകൾക്കുള്ള ഒരു വലിയ നെറ്റ്വർക്കിംഗ് ഒരു സോഷ്യൽ ക്യാപിറ്റലായിട്ട് മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു സ്കൂളിലല്ല പല സ്കൂളുകളിലേക്ക് പോകുന്ന ഒരു വലിയ സോഷ്യൽ ക്യാപിറ്റലായിട്ട് പിന്നീട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, എന്തായാലും വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ അമൃത്. സൂചിപ്പിക്കുന്ന പോലെ എന്തായാലും ഈ സമൂഹത്തിൽ ഏറ്റവും അധികം മാന്യമായി ഇടപെടേണ്ട അല്ലെങ്കിൽ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട ഒരു തൊഴിൽ തന്നെയാണ് അധ്യാപനം എന്നത്. അവിടെയാണ് ഈ ലഹരിയുടെ കണ്ണികളായി ഇവർ വർത്തിച്ചു എന്നത് വലിയ തോതിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിലും ഞെട്ടലുണ്ടാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.